വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ നമ്മൾ ലെപ്രസി ആൻഡ് ആന്റി ലെപ്രോട്ടിക് ഓർ ലെപ്രസി ഡ്രഗ്സ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ്, തെറാപ്പി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, ഇവരുടെ ഗൈഡ് ലൈൻസ്, പുതിയ ഗൈഡ് ലൈൻസ് ആണ് ഏകദേശം. സോ നമുക്ക് ട്രീറ്റ്മെന്റ് പറയണം, മരുന്നുകളുടെ ഫാർമക്കോളജിയും പറയാം. സോ എല്ലാം നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ അങ്ങ് പറയാണ്. സോ ലെപ്രസി ഉണ്ടാകുന്നത് നമുക്കറിയാം മൈക്കോ ബാക്ടീരിയം ആണ്. മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ്, LEPRAE, ലെപ്രൈ മൂലമാണ് ഉണ്ടാകുന്നത്. ഹാൻസൺസ് ഡിസീസ് എന്നാണ് ലെപ്രസിക്ക് മറ്റൊരു പേര്. ഹാൻസൺസ് ഡിസീസ് എന്നും നമ്മൾ ലെപ്രസിക്ക് പറയും. ആൻഡ് ലെപ്രസിയുടെ ഫീച്ചേഴ്സ് എന്താണ്? ഫീച്ചേഴ്സ് ഒന്ന് ഹൈപ്പോ പിഗ്മെന്റഡ് പാച്ച് ആണ്. ഹൈപ്പോ കുറഞ്ഞ, പിഗ്മെന്റഡ്, ചർമ്മത്തിൽ ചില ഭാഗങ്ങളിൽ നിറം കുറവും, പാച്ചസ്. ദെൻ ലോസ് ഓഫ് ക്യൂട്ടേനിയസ് സെൻസേഷൻ, ലോസ് ഓഫ് ക്യൂട്ടേനിയസ്, ചർമ്മത്തിൽ ആരെങ്കിലൊക്കെ തൊട്ടാലും നമ്മൾ അറിയുന്നില്ല, എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മൾ അറിയാത്ത അവസ്ഥ. ബിക്കോസ് പെരിഫറൽ നെർവ്സിന്റെ ഷ്വാൻ സെൽസിനെ നശിപ്പിച്ച് ഡീമൈലിനേഷൻ നടത്തുന്നതുകൊണ്ടാണ് അതുണ്ടാവുക. ദെൻ nerves become thickened. nerves thickened ആവും. സോ ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. സോ ഇപ്പോൾ ലെപ്രസി ആകെ രണ്ട് തരമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. നേരത്തെ പലതരത്തിലൊക്കെ ക്ലാസിഫൈ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ മാത്രമാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് പോസി ബാസിലറി ലെപ്രസി ആണ് ഒന്ന്. പോസി PBL എന്ന് നമുക്ക് എഴുതാം, PBL. ഇത് പഴയ ബോർഡർ ലൈൻ വരും, ട്യൂബർക്ലോസ്, TT, ദെൻ ഇന്റർമീഡിയറ്റ്, എല്ലാം കൂടി ചേർന്നതാണ് ഈ PBL എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് 1 to 5 സ്കിൻ ലീഷൻസ്. സോ സ്കിൻ ലീഷൻസ് ഒരു 1 മുതൽ 5 വരെയും വരാം. നോ നെർവ് ഡാമേജ് ഒന്നുമില്ല. ലാബ് റിസൾട്ടിൽ ബാസില്ല നെഗറ്റീവ് ആണ്. സോ ഇത്രയാണെങ്കിൽ ദാറ്റ് ഈസ് പോസി ബാസിലറി ലെപ്രസി ആണ്. രണ്ടാമത്തെ കേസ് ഈസ് മൾട്ടി ആണ്. മൾട്ടി ബാസിലറി ലെപ്രസി എന്ന് പറയുന്ന കേസ് MBL. ഇവിടെ 5-ലധികം, മോർ ദാൻ 5 എന്ന് പറയുമ്പോൾ 6 സ്കിൻ ലീഷൻസ് എങ്കിലും കാണും. ആൻഡ് ഒന്നോ അതിലധികമോ നെർവ് ഡാമേജും, 1 or more നെർവ് ഡാമേജും ഉണ്ടാകും, നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകും. ആൻഡ് ലാബ് ടെസ്റ്റ് ആണെങ്കിൽ അത് പോസിറ്റീവും ആയിരിക്കും. ഇതാണ് മൾട്ടി ബാസിലറി ലെപ്രസി. നേരത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. പോസി ബാസിലറിക്ക് റിഫാംപിസിൻ, ഫ്ലക്സാസിൻ, മിനോസൈക്ലിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ എല്ലാം മാറി. ഇപ്പൊ നമുക്ക് PBL ആയാലും പോസി ബാസിലറി ലെപ്രസി ആയാലും മൾട്ടി ബാസിലറി ലെപ്രസി ആയാലും എല്ലാത്തിലും ഒരേ മരുന്നുകളാണ്. ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ മാത്രമാണ് വ്യത്യാസം. ഓൺലി ചേഞ്ച് ഈസ് ഇൻ ഡ്യൂറേഷൻ. ഡ്രഗ്സ് എല്ലാം സെയിം ആണ്. ഏതൊക്കെയാണ് മരുന്നുകൾ? 3 മരുന്നുകൾ. ഒന്ന് ഡാപ്സോൺ ആണ്. ഡാപ്സോൺ ഓർ DDS എന്ന് നമുക്ക് എഴുതാം. ക്ലോഫാസിമിൻ ആണ്. ക്ലോഫാസിമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ റിഫാംപിസിൻ, ക്ലോഫാസിമിൻ ആൻഡ് ഡാപ്സോൺ. സോ ഞാനിവിടെ പറയുന്നത് അഡൽട്ട് ആൻഡ് 9 to 14 വയസ്സ് വരെയുള്ള പിള്ളേരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാം. സോ 2 തരം പാക്കറ്റ് ആയിട്ടാണ് ഇത് കിട്ടുക. NLEP പുറത്തിറക്കുന്നത് അഡൽട്ടിനുള്ള, മുതിർന്ന ആൾക്കാർക്കുള്ളത് ഒരു റെഡ് കളറിലാണ്, ചുവന്നത് റെഡ് ആണ്. ആൻഡ് ഇവർക്കുള്ളത്, കുട്ടികൾക്കുള്ളത് ഇവരിറക്കുന്നത് ഒരു ഓറഞ്ച് കളറിലാണ്, ഓറഞ്ച് പാക്ക്. സോ ഇതെല്ലാം 1 month, 1 മാസം കഴിക്കാനുള്ള മരുന്നുകൾ മൊത്തം അതിനകത്ത് ഉണ്ടാകും. കുറച്ച് ഭാഗം സ്വയം കഴിക്കേണ്ടതായിരിക്കും, കുറച്ച് ഭാഗം ഹെൽത്ത് വർക്കറുടെ ഒരുമിച്ച് അവരുടെ മേൽനോട്ടത്തിൽ കഴിക്കേണ്ടതായിരിക്കും. സോ അപ്പൊ ഞാൻ പറയാം മരുന്നുകൾ. PBL-ൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡാപ്സോൺ ആണ്. 100 milligram വീതം ദിവസേന ഡെയിലി കഴിക്കണം. രോഗി വീട്ടിലിരുന്ന് സ്വയം കഴിക്കണം. സോ സെൽഫായിട്ട് കഴിക്കേണ്ട മരുന്നാണ്. വിതൗട്ട് സൂപ്പർവിഷൻ, നോ സൂപ്പർവിഷൻ. ഇത് കഴിച്ചിരിക്കണം രോഗി. ആൻഡ് കുട്ടികളിലാണെങ്കിൽ ഇത് തന്നെയാണ് സെയിം. 9 to 14 വയസ്സ് വരെയാണെങ്കിൽ അവർ 50 milligram കഴിച്ചാൽ മതി എന്നുള്ളതാണ് വ്യത്യാസം. സോ ബാക്കിയെല്ലാം സെയിം തന്നെ, ദിവസേന വിത്തൗട്ട് സൂപ്പർവിഷൻ തന്നെയാണ് കഴിക്കണം, പക്ഷെ 50 milligram കഴിച്ചാൽ മതി. ആൻഡ് രണ്ടാമത്തെ മരുന്ന്, ഒന്ന് ഡാപ്സോൺ ആണ്. രണ്ടാമത്തെ മരുന്ന് ഈ ക്ലോഫാസിമിൻ ആണ്. ക്ലോഫാസിമിൻ കഴിക്കേണ്ടത്, ഇത് മുതിർന്നവരിലാണെങ്കിൽ 300 milligram മാസത്തിൽ 1 ദിവസം വിത്ത് സൂപ്പർവിഷൻ. അപ്പൊ ഇതിന്റെ മുകളിലുള്ള ഭാഗത്തുനിന്ന് ഹെൽത്ത് വർക്കർ വന്ന് എടുത്തു കൊടുക്കുകയായിരിക്കും. സൂപ്പർവൈസ്ഡ് ആണ് കഴിക്കേണ്ടത്. കുട്ടികളിലാണെങ്കിൽ അത് 300 വേണ്ട, 150 milligram വിത്ത് സൂപ്പർവിഷൻ കഴിക്കണം. സൂപ്പർവിഷനിലെ ഹെൽത്ത് വർക്കറിന്റെ മുന്നിൽ ഇരുന്നാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. പിന്നീട് ഇതേ മരുന്ന് തന്നെ നമ്മൾ മുതിർന്നവരാണെങ്കിൽ ദിവസേന 50 milligram ഡെയിലി കഴിക്കണം. സോ ക്ലോഫാസിമിൻ 300 milligram മാസത്തിൽ ഒരിക്കൽ, ദെൻ 50 milligram ദിവസേന കഴിക്കണം വിത്തൗട്ട് സൂപ്പർവിഷൻ. സോ ഇതിപ്പോ സൂപ്പർവിഷനിലും കഴിക്കണം, വിത്തൗട്ട് സൂപ്പർവിഷൻ
സൂപ്പർവിഷനിൽ സ്വന്തമായിട്ടും കഴിക്കണം. 9 to 14 വയസ്സുള്ള പിള്ളേരാണെങ്കിൽ അപ്പോൾ 50 മില്ലിഗ്രാം ഡെയിലി വേണ്ട, 50 മില്ലിഗ്രാം ഒന്നരാടം ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിച്ചാൽ മതി വിത്തൗട്ട് സൂപ്പർവിഷൻ. സോ ക്ലോഫാസിമിൻ സൂപ്പർവിഷനിലും കഴിക്കണം, അല്ലാതെയും കഴിക്കണം. 300 മില്ലിഗ്രാം അല്ലെങ്കിൽ 150 മില്ലിഗ്രാം അല്ലെങ്കിൽ 50 മില്ലിഗ്രാം ഡെയിലി മുതിർന്നവരിൽ പിള്ളേരിലാണെങ്കിൽ 50 മില്ലിഗ്രാം ഓൾട്ടർനേറ്റ് ഡേയ്സ്. ആൻഡ് മൂന്നാമത്തെ മരുന്ന് റിഫാംബസിൻ ആണ്. റിഫാംബസിൻ നമുക്ക് കഴിക്കേണ്ടത് മുതിർന്നവരിൽ 600 മില്ലിഗ്രാം. ഇത് സൂപ്പർവിഷനിലാണ് കഴിക്കേണ്ടത്. സോ അത് ഇവിടെ ആയിരിക്കും മരുന്നിരിക്കുക, ഇത് ഇങ്ങനെ ബാക്കി മരുന്ന് ഇവിടെ ആയിരിക്കും ഇങ്ങനെ ഇരിക്കുക. സോ 600 മില്ലിഗ്രാം വിത്ത് സൂപ്പർവിഷൻ കഴിക്കണം. കുട്ടികളിലാണെങ്കിൽ 450 മില്ലിഗ്രാം മാസത്തിലൊരിക്കൽ വിത്ത് സൂപ്പർവിഷൻ. സോ കാര്യങ്ങൾ സിമ്പിൾ ആണ്. 3 മരുന്നുകൾ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. 2 മരുന്നുകൾ ഡെയിലി കഴിക്കാണ്ട്, ഇത് മരുന്ന് മാസത്തിലൊരിക്കലാണ്. ഇതിൽ 300 മില്ലിഗ്രാം മാസത്തിലൊരിക്കലാണ്. സോ ഇത്രേ ഉള്ളൂ. സോ അപ്പൊ വ്യത്യാസം എന്താണ് MBL എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 6 മാസം കഴിച്ചാൽ മതി. പോസി ബാസിലറി ആണെങ്കിൽ ഓൺലി ഫോർ 6 months 6 പാക്കറ്റ് ആണ് കഴിക്കേണ്ടത്. സോ 6 മാസം ആണ് കഴിക്കേണ്ടത്. പിന്നെ 6 മാസം എന്നുള്ളത് 9 മാസം കൊണ്ട് 6 പാക്കറ്റ് കഴിച്ചാലും അത് കഴിച്ചതായിട്ട് കണക്കാക്കാം, ട്രീറ്റ്മെന്റ് പൂർത്തിയായിട്ട് കണക്കാക്കാം. MBLൽ ഒരു കൺഫ്യൂഷൻ ഇല്ല, സെയിം ഇത് തന്നെയാണ്. പക്ഷേ കഴിക്കേണ്ടത് കുറച്ച് നാൾ കൂടുതലാണ്, 12 മാസം 12 months ആണ് കഴിക്കേണ്ടത്. ഒറ്റ ഒരു വ്യത്യാസമുള്ളൂ, സെയിം ഇതേപോലെ കഴിക്കുക. ഇതും 3 മരുന്നും ഒരേപോലെയാണ് കഴിക്കേണ്ടത്. 12 മാസമാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇളവുള്ളത് 18 മാസത്തിനിടയിൽ 12 പാക്കറ്റ് കഴിച്ചാലും ആള് പൂർത്തിയാക്കിയതായിട്ട് കണക്കാക്കും. സോ ഇത് 6 മാസമാണ്, ഇത് 12 മാസമാണ് എന്നുള്ളതാണ് മൾട്ടി ബാസിലറി ലെപ്രസി ആൻഡ് പോട്സി ബാസിലറി ലെപ്രസിയിൽ വ്യത്യാസം. സോ സൂപ്പർവിഷനിലുള്ള കഴിക്കേണ്ടതുണ്ട്, സൂപ്പർവിഷൻ ഇല്ലാതെ കഴിക്കേണ്ടതുണ്ട്. ഡാപ്സോൺ നമുക്ക് ഡെയിലി സൂപ്പർവിഷൻ ഇല്ലാതെ കഴിക്കണം. ക്ലോഫാസിമിൻ സൂപ്പർവിഷനിലും സൂപ്പർവിഷൻ ഇല്ലാതെയും കഴിക്കണം. റിഫാംബസിൻ ഓൺലി അണ്ടർ സൂപ്പർവിഷൻ. സോ സിംപ്ലിഫൈഡ്. ഇതാണ് പുതിയ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്. ഇനി ഇതല്ലാതെ ലെപ്രസിയിൽ വേറെ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ലേ, കഴിക്കാൻ പാടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ഓൾ ആർ സെക്കൻഡ് ലൈൻസ്. മറ്റു മരുന്നുകൾ ഫലവത്തല്ലെങ്കിൽ, പ്രശ്നങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പാടില്ല എങ്കിൽ കഴിക്കാം. ഒന്ന് ഫ്ലൂറോക്വിനലോൺസ് ആണ്. നമുക്ക് ഓഫ്ലോക്സാസിൻ നമുക്ക് കഴിക്കാം. പിഫ്ലോക്സാസിൻ ഫലപ്രദമാണ്. മോക്സിഫ്ലോക്സാസിൻ ഫലമുണ്ട്. സ്പാർഫ്ലോക്സ് ഇതെല്ലാം കഴിക്കാം. ടെട്രാസൈക്ലിനാണെങ്കിലോ ഓൺലി മിനോസൈക്ലിൻ മാത്രമാണ് ഇത് ഉപയോഗിക്കുക. മാക്രോലൈഡിൽ ഇപ്പോൾ ക്ലാരിത്രോമൈസിൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലാരിത്രോമൈസിൻ. ദെൻ റിഫാംബസിന് പകരം ചില കേസിലെങ്കിലും നമുക്ക് റിഫാബ്യൂട്ടിൻ അല്ലെങ്കിൽ റിഫാപെന്റിൻ പോലെയുള്ള മരുന്നുകൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരാം. ഡാപ്സോൺ അതിന് പകരമാണെങ്കിൽ ബ്രോഡിമോപ്രിം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. എപ്പിമോപ്രിം എന്ന് പറയുന്ന ഒരു മരുന്നുമുണ്ട്. ദെൻ നമ്മുടെ ഫ്യൂസിഡിൻ ഓയിൻമെന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂസിഡിൻ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. തയാസെറ്റസോൺ എന്ന് പറയുന്ന മരുന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ എത്തിയോണമൈഡും അതിന്റെ പ്രോ ഡ്രഗ് വെറൈറ്റി പ്രോത്തിയോണമൈഡും കൊടുക്കാം. ദെൻ ഡിഓക്സി ഫ്രക്ടോസിറോട്ടോണിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് കൊടുക്കും. സോ ഇവയിലെല്ലാം മോസ്റ്റ് എഫക്റ്റീവ് മരുന്ന് ഇൻ ലെപ്രസി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റേ ഉള്ളൂ. ആ മരുന്നിന്റെ പേരാണ് റിഫാംബസിൻ ആണ് ഏറ്റവും എഫക്റ്റീവ് ഡ്രഗ്. റിഫാംബസിൻ ഈസ് സിഡൽ ആണ്, ലെപ്രോസിഡൽ എന്ന് നമുക്ക് പറയാം. ബാക്ടീരിയോസിഡൽ. പിന്നെ സിഡൽ ഉള്ളത് ഫ്ലൂറോക്വിനലോൺ ഈസ് സിഡൽ മരുന്നുകളാണ്. ബാക്കിയെല്ലാം നമുക്ക് ലെപ്രോസ്റ്റാറ്റിക് ഓർ ബാക്ടീരിയോസ്റ്റാറ്റിക് മരുന്നുകൾ ആണ്. ആൻഡ് ഡാപ്സോൺ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് കൊടുക്കില്ല. റിഫാംബസിൻ കൂടെ നൽകിയാൽ അതിന്റെ എമർജൻസ് ഓഫ് റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. സോ റിഫാംബസിൻ ഇസ് ദ മോസ്റ്റ് വാല്യൂഡ് ഡ്രഗ്. 2 കാര്യങ്ങളിലാണ്. ഒന്ന് നമ്മളിപ്പോൾ പറയുന്ന ലെപ്രസിയിലും ദെൻ പിന്നെ ഉള്ളത് TBയിലും മോസ്റ്റ് വാല്യുബിൾ ഡ്രഗ് ഈസ് റിഫാംബസിൻ ആണ്. അപ്പൊ നമുക്കിനി ലെപ്ര റിയാക്ഷൻസ് എന്താണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മരുന്നുകളിലേക്ക് പോകാം. ലെപ്ര റിയാക്ഷൻസ് ആർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഡ്യൂ ടു ഓർ അലർജിക് റിയാക്ഷൻ ഡ്യൂ ടു ഡ്രഗ്സ്. സോ ഇത് 2 തരം ലെപ്രയിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി 4 തരം ഉണ്ട്. നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്ന് പറയുന്ന പ്രത്യേക വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്. അതിനകത്ത് നമ്മൾ നല്ല വിശദമായിട്ട് തന്നെ മെക്കാനിസം സഹിതം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ടൈപ്പ് 1 ഉണ്ട്. ടൈപ്പ് 1 ഒന്നാമത്തെ തരം ടൈപ്പ് 1 ലെപ്ര റിയാക്ഷൻസ് ആണ്. ഇതിനെ നമുക്ക് ഡിലേഡ് എന്ന് വിളിക്കാം. ഡിലേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഏതാണെന്ന് നമുക്ക് പ്രത്യേകം ഓർക്കേണ്ട. ദാറ്റ് ഈസ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി മൂലം ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ പേരാണ് റിവേഴ്സൽ റിയാക്ഷൻസ് എന്നും നമ്മൾ ഇതിനെ വിളിക്കും. സോ ഇത് സാധാരണ ഉണ്ടാകുന്ന പോസി ബാസിലറി ലെപ്രസിയിലാണ് സാധാരണ കാണുക. കാരണം നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുമ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നത് മൂലമുള്ള എക്സിസ്റ്റിംഗ് ഉള്ള ലീഷൻസ് ഇൻഫ്ലമേറ്ററി ആകും. ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതാണ് പ്രശ്നം. നെർവിനെ അഫക്ട് ചെയ്യുന്നു. ടെൻഡർ ആയിരിക്കും. വളരെ വേദനാ
വേദനാജനകമായിരിക്കും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ വെക്കാണെങ്കിൽ ക്ലോഫാസിമിൻ എന്ന് പറയുന്ന മരുന്നോ കോർട്ടിക്കോസ്റ്റീറോയിഡ് എന്ന് പറയുന്ന മരുന്നൊക്കെ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ NSAID ഒക്കെ ആയിരുന്നു പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 നമ്മൾ ലെപ്ര റിയാക്ഷനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ഇതിന് വേറൊരു ഫേമസ് പേരുണ്ട്, എറിതീമ നോഡോസം. ലെപ്രോസം എന്നാണ് പറയാ, ENL എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാം. ഇത് നമ്മളുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിലെ ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3 എന്ന് കേൾക്കുമ്പോൾ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ മൂലമാണ് എന്ന് നമുക്ക് ഓർക്കാം. ശരീരത്തിൽ ഇതിനെതിരെ ഉണ്ടാകുന്ന ആന്റിബോഡീസ് ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്ന സംഭവം. അപ്പോൾ ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടാകുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മൾട്ടിപ്പിൾ ഓർഗൻസിൽ. സോ ഇതിനെ ആർത്തസ് ടൈപ്പ് എന്ന് നമ്മൾ വിളിക്കും. അത് മൾട്ടിപ്പിൾ ഓർഗൻസിൽ പോയി അത് അവിടെ അടിഞ്ഞുകൂടുമ്പോൾ അവിടെ എല്ലാം ഡാമേജ് ഉണ്ടാകും. സോ മൾട്ടിപ്പിൾ ഓർഗൻ ഡാമേജ് ഉണ്ടാക്കാം, സീരിയസ് ആണ്. ഇവിടെ കോർട്ടിക്കോസ്റ്റീറോയിഡ് തന്നെയാണ് മരുന്ന്. കോർട്ടിക്കോസ്റ്റീറോയിഡ് 1 mg/kg പ്രെഡ്നിസോളോൺ കൊടുക്കാം. ചിലപ്പോൾ സ്റ്റിറോയിഡ് ഡിപ്പെൻഡൻസ് ഉണ്ടാകും. അപ്പോഴാണെങ്കിൽ നമ്മൾ ക്ലോഫാസിമിൻ എന്ന് പറയുന്ന മരുന്ന് കൂടെ കൊടുക്കണം. ക്ലോഫാസിമിന് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്, നമ്മൾ പുറകെ പറയും. ഇത് പറ്റിയില്ലെങ്കിൽ നമുക്ക് താലിഡോമൈഡ് എന്ന് പറയുന്ന ആന്റി ക്യാൻസർ മരുന്ന് നമുക്ക് കൊടുക്കേണ്ടി വരും. ആന്റി ക്യാൻസർ മരുന്നാണ്, സിവിയർ കേസസിൽ നമുക്ക് കൊടുക്കണം. സോ ലെപ്ര റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ മരുന്ന് നിർത്തണമെന്ന് വെച്ചാൽ ഡു നോട്ട് സ്റ്റോപ്പ്. ലെപ്ര റിയാക്ഷൻ അതിന്റെ വഴി, മരുന്നിന്റെ വഴി വേറെ. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മരുന്നുകളിലേക്ക് എത്തി. നമ്മൾ 2 മരുന്നുകളെ കുറിച്ചാണ് പറയുക. ഒന്ന് പ്രധാനപ്പെട്ട മരുന്നായ ഡാപ്സോണിനെ പറ്റി നമുക്ക് പറയണം. ഡാപ്സോൺ ഓർ DDS എന്ന് പറയും. ലെപ്രസിയിലെ ഏറ്റവും പഴയ മരുന്നും ഇപ്പോഴും ഉപയോഗത്തിലുള്ള മരുന്നുമാണ് ഡാപ്സോൺ. DDS എന്ന് പറഞ്ഞാൽ ഡൈഫിനൈൽ സൾഫോൺ ആണ് മരുന്ന്. സോ സൾഫോൺ നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഫിനൈൽ റിംഗ് ഇവിടെ വരയ്ക്കാം. 2 ഫിനൈൽ റിംഗ് ആയി. ദെൻ അതിനകത്തേക്ക് നമുക്ക് NH2 ഇവിടെയും NH2 ഇവിടെയും ചേർത്താൽ ഡൈ അമിനോ ആയി, നടുവിൽ സൾഫോൺ ആയി, ഡൈഫിനൈലും ആയി. സോ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദിസ് ഈസ് എ സൾഫോൺ ഗ്രൂപ്പുള്ള സൾഫ ലൈക്ക് മരുന്നാണ് സംഭവം. സോ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഈസ് സിമിലർ ടു സൾഫോണമൈഡ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് സൾഫോണമൈഡിന്റെ മെക്കാനിസം. എന്താണെന്ന് പറഞ്ഞത് ബിക്കോസ് ഓഫ് ഇറ്റ് സ്ട്രക്ചറൽ സിമിലാരിറ്റി ടു പാബ, അല്ലെ, ടെറോയിക് ആസിഡും പാബയും കൂടി ചേർന്നിട്ട് ഫോളിക് ആസിഡ് ഗ്ലൂട്ടമേറ്റും കൂടി ചേർന്നിട്ട് ഫോളിക് ആസിഡ് ഉണ്ടാവുന്നത് ആ എൻസൈം ടെറോയിക് ആസിഡ് സിന്തേസിനെ തടയുമ്പോൾ ഫോളിക് ആസിഡ് ഉണ്ടാകുന്നില്ല. ഇതാണ് ഇതിന്റെ മെക്കാനിസം. സോ ബാക്ടീരിയ, ഹിയർ ഏതാണ് ബാക്ടീരിയ? ലെപ്രസ് ഉണ്ടാക്കുന്ന മൈക്രോ ബാക്ടീരിയൻ ലെപ്രയിൽ ഫോളിക് ആസിഡ് ഇല്ല. സോ അതാണ് ഇതിന്റെ മെക്കാനിസം. സോ ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ് സിന്തസിസ്. ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ആൻഡ് കൊടുക്കുന്നത് ഓറൽ ആണ്, ഗുളികയായിട്ടാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ നേരിട്ട് മേൽനോട്ടത്തിലല്ലാതെയാണ് കൊടുക്കുക. അൺസൂപ്പർവൈസ്ഡ് ആയിട്ടാണ് മരുന്ന് ദിവസേന കഴിക്കേണ്ടത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഇത് വേണ്ട, ഇഞ്ചക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു മരുന്നുണ്ട്. അതിന്റെ പേര് അസിഡാപ്സോൺ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഇൻട്രാമസ്കുലാർ കുത്തിവയ്ക്കും. 3 മാസത്തിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ ഡാപ്സോണിന്റെ ഉപയോഗം ലെപ്രസിയിലാണ്. സോ യൂസസ് പറയുകയാണെങ്കിൽ ലെപ്രസി നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ദെൻ മറ്റ് ധാരാളം ഉപയോഗങ്ങൾ കൂടിയുണ്ട്. ഇത് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്, ഡ്രഗ് ഓഫ് ചോയ്സിന് ഡെർമറ്റോളജിക്കൽ സ്കിൻ കണ്ടീഷനാണ് കോൾഡ് ആസ് ഡെർമറ്റൈറ്റിസ് ഹെർപെറ്റിഫോർമിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ടോപ്പിക്കൽ പുരട്ടാൻ ദിസ് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. സോ ഇതാണ് അതിന്റെ വേറൊരു ഉപയോഗം. ഇനി ഉപയോഗിക്കാവുന്നത് ന്യൂമോസിസ്റ്റിസ് ജെറോവിക്കയാണ്. ന്യൂമോസിസ്റ്റിസ് ജെറോവിക്കയിലെ നമ്പർ 1 ഡ്രഗ് കോട്രൈമോക്സോൾ ആണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ആക്ടിനോമൈക്കോസസ് നമ്മൾ പഠിച്ചത് ഫംഗയിലാണ്. ഫംഗയിൽ നമ്മൾ പഠിച്ച മധുരൈ ഫൂട്ടിൽ, മധുരൈ മൈക്കോസിസിൽ. സോ മധുരൈ മൈക്കോസിസ് അതിനകത്ത് നമുക്കിത് കൊടുക്കാം. ടോക്സോപ്ലാസ്മ ഗോണ്ടിയിലും നമ്പർ 1 ഡ്രഗ് സൾഫ മരുന്നായിരുന്നു. അവിടെയും നമുക്ക് ഗോണ്ടി നമുക്ക് ഗർഭിണിയിൽ കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന വേറെയും കേസുകളുണ്ട്. ഇപ്പൊ മുഖക്കുരു, എക്നി വൾഗാരിസിൽ നമുക്ക് ഉപയോഗിക്കാം. റിലാപ്സിംഗ് പോളികോൺട്രൈറ്റിസ് അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫെംഫിഗോയിഡ്സ്, സോ ഫെംഫിഗോയിഡ്സിൽ നമുക്ക് ഉപയോഗിക്കാം. ലിവർ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ലിവർ, IgA ഡിസീസിൽ, ഇങ്ങനെ പല ഉപയോഗങ്ങളൊക്കെ അഡീഷണൽ ആയിട്ടുണ്ട്. ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. ഇങ്ങനെയൊക്കെ ഇതിന് ഉപയോഗങ്ങൾ ഉണ്ട്. അപ്പോൾ ഡാപ്സോണിന്റെ അഡ്വേഴ്സ് എഫക്റ്റുകൾ ADR എന്തെല്ലാം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈസ് ബോൺ മാരോ സപ്രഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ബോൺ മാരോ സപ്രഷൻ മൂലം ഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാകും എന്ന് ഓർത്തു വയ്ക്കും. രണ്ടാമത്തെ പ്രശ്നം ലിവർ ഡാമേജ് ആണ്. ലിവർ ഡാമേജ് ഉണ്ടാക്കാം. ദെൻ മൂന്നാമത്തെ ഏറ്റവും അധികം ആൾക്കാരിൽ ഉണ്ടാകുന്നത് ഹീമോലിറ്റിക്
ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാക്കാം. സോ ഇത് സാധാരണ ഏറ്റവും കൂടുതലുള്ളതാണ്. ദെൻ ഓൾസോ അതേപോലെയുള്ള ഒരു പ്രശ്നം മെത്ഹീമോഗ്ലോബിനീമിയ എന്നുള്ള പ്രശ്നവും ഈ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, മെത്ഹീമോഗ്ലോബിനീമിയ. ദെൻ നാലാമത്തെ ന്യൂറോപ്പതി ഉണ്ടാക്കാം, ന്യൂറോപ്പതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അഞ്ചാമത്തെ സ്കിൻ റിയാക്ഷൻ സൾഫ മരുന്നുകളുടെ എല്ലാം പ്രത്യേകതയാണ് റാഷസ് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. പിന്നെയുള്ള ഒരു പ്രശ്നം എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് ഈ മരുന്ന് ഉണ്ടാക്കാം. സിവിയർ ഡാപ്സോൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ്. സാധാരണ ഇതൊരു 4 to 6 വീക്സ് ഡാപ്സോൺ കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന, അപ്പൊ ഡിലേഡ് ആണ് സംഭവം. ആൻഡ് പിന്നെയുള്ളത് മരുന്ന് കൊടുക്കാൻ പാടില്ലാത്തത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡിഹൈഡ്രോജിനേസ് ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ ഈ മരുന്ന് മമ്മിനുമാണ് കൊടുക്കാൻ പാടില്ല. ദെൻ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് എന്നുള്ള പ്രശ്നം ഉണ്ടാക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ മരുന്ന് ഉണ്ടാക്കാവുന്ന അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് അടുത്ത മരുന്ന് ക്ലോഫാസിമിനിലേക്ക് കടക്കാം. വേഗം തീർക്കാൻ ഞാൻ വേഗത്തിലാണ് പറയുന്നത്. ക്ലോഫാസിമിൻ ഇത് ഒരു കളർ ഡൈ ആണ്. സോ മരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു ഡൈ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. സോ ലെപ്രോസ്റ്റാറ്റിക് ആണ്, സിഡൽ അല്ല. സ്റ്റാറ്റിക് ആണ് ഇതും സ്റ്റാറ്റിക് ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. സിഡൽ ഓൺലി റിഫാംപിസിൻ മാത്രമാണ് സിഡൽ എന്നും കൂടി ഒന്ന് ഓർത്തേക്ക് വെക്കുക. സോ പ്രവർത്തന രീതി കൃത്യമായിട്ട് ലഭ്യമല്ല എങ്കിലും DNA-യിൽ ബൈൻഡ് ചെയ്തിട്ടുള്ള ആക്ഷൻ ആണ് പറയുന്നത്. സെൽ മെംബ്രെയിനിലും ചില ആക്ഷൻ ഉണ്ട്. സോ DNA-യിൽ ബൈൻഡ് ചെയ്തിട്ട് DNA-യിൽ നിന്ന് അതിന്റെ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ RNA സിന്തസിസ് ഒക്കെ തടയുന്നു, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ആക്ഷൻസ്. ആൻഡ് ഈ മരുന്നിന്റെ T-half ഈസ് ബിഗ്, വെരി ബിഗ് ആണ്, ലാർജ് ആണ്. സോ ടിഷ്യൂ ഡെപ്പോസിഷൻ ഉണ്ട്. ടിഷ്യൂ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ദിസ് ഡ്രഗ് ക്യാൻ കോസ് അക്യൂമുലേഷൻ ഇൻ ടിഷ്യൂസ് ഉണ്ടാക്കാം. ആൻഡ് ഭക്ഷണത്തോടൊപ്പം ഫാറ്റി മീൽ ക്യാൻ ഇൻക്രീസ് അബ്സോർഷൻ ഓഫ് ദിസ്. മരുന്നിന് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സോ ഇത് ഡാപ്സോൺ അലർജി നമ്മൾ ഓൾറെഡി കണ്ടു. ഡാപ്സോണിന്റെ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോഫാസിമിൻ എന്ന് പറയുന്ന മരുന്നും കോർട്ടിക്കോസ്റ്റീറോയിഡിനൊക്കെ ഒപ്പം കൊടുക്കും. സോ സ്റ്റിറോയിഡ് ഡിപ്പെൻഡന്റ് കേസ് ആണെങ്കിലും നമുക്ക് അവിടെ ക്ലോഫാസിമിൻ നമുക്ക് കൊടുക്കാം. പിന്നെ അഡ്വേഴ്സ് എഫക്ട് പറയണം. അഡ്വേഴ്സ് എഫക്ട് പറയാൻ ഒന്ന് സ്കിൻ പിഗ്മെന്റേഷൻ ആണ്. സ്കിന്നിൽ കളർ കൂടുതലായിട്ട് വരുന്ന പ്രശ്നമുണ്ട്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാം. രണ്ടാമത്തത് അക്വേർഡ് ഇക്തിയോസിസ് എന്ന് പറയും. ഇക്തിയോസിസ് ഇതിന്റെ പ്രശ്നം സ്കിൻ ബിക്കം ഡ്രൈ ആവുന്നതാണ് ഇതിന്റെ പ്രശ്നം. മൂന്നാമത്തെ പ്രധാന പ്രശ്നം ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ ഇത് ക്രിസ്റ്റലായിട്ട് GIT-ക്കകത്ത് ക്രിസ്റ്റലായിട്ട് അടിഞ്ഞു കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇതുമൂലം സിവിയർ ഡയറിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അൾസർ, മുറിവുകൾ ഉണ്ടാകാം. ദെൻ സീരിയസ് ആകുന്നത് സബ് അക്യൂട്ട് ബവൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ദെൻ അടുത്ത നാലാമത്തെ പ്രശ്നം മരുന്ന് സെക്രീഷനിലെല്ലാത്തിലും അടിഞ്ഞു ചേരും. മുടിയിലും കോർണിയയിലും കൺജങ്ക്റ്റൈവയിലും കണ്ണുനീർത്തുള്ളിയിലും സ്വെറ്റ്, സലൈവ, യൂറിൻ എല്ലാത്തിനും. സോ ഡിസ്കളറേഷൻ കൂടി ഇതിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഇതൊരു ഡൈ ആയിരുന്നല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആന്റി ലെപ്രസി ഡ്രഗുകളെ കുറിച്ച് പറയാനുള്ളത്. റിഫാംബസിനെ കുറിച്ച് നമുക്ക് ആന്റി TB മരുന്നുകളിലാണ് പറയേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.